ഇതാ ഒരെണ്ണം വന്നേ. ഈ കളവൻ എന്താ ഏട്ടാ? വണ്ടി കയറും. കട്ടു വണ്ടി സോറി അച്ഛാ, വണ്ടി കയറ്. ഈ പ്രശാന്ത് നേടി നമ്മളെ കൊണ്ടുവന്നിട്ട് പണ്ട് ഈ പെണ്ണിനെ കാണാൻ വേണ്ടിട്ട് ഞാൻ വന്നിട്ടുണ്ട്. പണ്ടാ? ഇതൊരു പുതിയ പോരല്ലേ? ആ മൂത്തച്ഛ, ഇതൊക്കെ നമുക്കറിയുന്ന സ്ഥലല്ലേ, പണ്ട് ഇവിടെ പോരെയൊന്നുമില്ലേ? നീ ചിലക്കണ്ട് വണ്ടി എടുക്കാം. അച്ഛാ കേറ്. രാഘവ, ഇവ എന്റെ മോനേനോ? അതെ. ഇവൻ 2 കൊല്ലം മുമ്പേ എന്റെ മോള ഇവിടെ കാണാൻ വന്നതല്ലേ. ഓ, അന്ന് നമ്മള് തറവാട്ടിലല്ലേ ഇനി താമസം. ഇപ്പൊ അടുത്തല്ലേ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആക്കിയത്. ലിഖിന ചതയ നക്ഷത്രം ഓർമ്മയില്ലേ? ജാതകം ഒത്തിട്ടില്ലേ? ആ, അതാണ്. എന്നാ സുധാര, ഞാളങ്ങ് പോട്ടെ. അതെങ്ങനെ രാഘവ ശരിയാവുക? ഇവിടെ നിങ്ങൾ വരുന്നെന്ന് പറഞ്ഞിട്ട് വിഭവസമൃദ്ധമായ ചായ ഒരുക്കി വെച്ചു. ആ, അതെല്ലാം കഴിച്ചിട്ട് പോയാ മതിയേ. ആയിക്കോട്ടെ. എന്നാലും വന്നല്ലേ, ചായ അടിച്ചിട്ട് പോടാ. മോളെ വാ, ഇറങ്ങ്. 8 വർഷമായി ഇവ പെണ്ണ് കാണാൻ തുടങ്ങിയിട്ട്. ഇതാദ്യത്തെ സംഭവം. ഓ, അപ്പൊ കൊല്ലം കൊറേയായി ചങ്ങായി പരിപാടി തുടങ്ങിയിട്ട്. അത് കൊള്ളാം. എന്താ കക്കൂസ് പോണോ? അല്ല ചോദിച്ചു. പോണോ മോനെ? വേണ്ട, എന്റെ മുഖം കണ്ടാ അറിയാം നിങ്ങക്ക് പോണെന്ന്. ഇനി ഒരു കാര്യം ചെയ്യും, നേരെ മുകളിലേക്ക് കയറുവാനെ. അതാ ആടെ കക്കൂസിയെല്ലാം ഉണ്ട്. കക്കൂസി അല്ല, ചക്കൂസി. അതെന്നെ പറഞ്ഞത്. ആ 4 ഭാഗത്തുനിന്ന് വെള്ളം തെറിപ്പിക്കുന്ന സാധനം ഉണ്ട്. മോനെ പോണോ? എന്നാ പോയിട്ട് വാ. പോയിട്ട് വരുന്ന ഇന്റെ പൊരേന്നല്ലേ മോനെ ഇത്. കുറവ് കളിക്കാണ്ട് ഇനി ചെല്ല്. പോയിട്ട് പോയിട്ട് വാന്നു പോട്. എന്നാ പോയിട്ട് വാ. കാണിച്ചു മുകളിൽ കയറിച്ച് നേരെ ലെഫ്റ്റ്. ആ പോന്നാ. അശ്വനേട്ടാ, അമ്മ ഞാൻ പറയില്ല, അശ്വനേട്ടൻ കോളേജ് യൂണിയൻ ചെയർമാൻ. ഓ, അപ്പൊ നിങ്ങളെ പരിചയക്കാരാ? ഞാൻ ചെയർമാനായ സമയത്ത് ഇവളല്ലേ കലാതിലകോ. ഓ, ഹലോ ജയ്ഷേ. ഒരച്ഛനൊരു മോളും ഏടെങ്കിലും പോയ ആടെ കുത്തിരുന്ന് ചാവയിലടിച്ചിട്ട് ചലച്ചോണ്ടിരിക്കും. ഇതിനെല്ലാം കാരണം ആ നായ്പെട്ടി പ്രശാന്തന. ഓനെ എന്റെ കൈ കിട്ടിയാലുണ്ടോ ജിതേഷേ, അടിച്ചു. ജയ്ഷേ, എന്തെന്നാണ് ഒരു ഒച്ചേട്ടെ? എടാ വീണ എണീക്കുള്ള എടാ ഒച്ച വെച്ച് നിലവിളിച്ചൂടാ. രാവിലെ കുളിച്ചല്ലേ? ചാവി എടുക്കടാ. അല്ല ഒരു ഇങ്ങനെ കുത്തിയിരിക്ക, നമുക്ക് പോണ്ടേ? തെണ്ടികളാ എന്റെ കുടുംബക്കാർ. അത് ശരിയാ, പക്ഷെ ഉറപ്പ് എന്താ ചെയ്തേ? എടാ, പെണ്ണ് കാണാൻ പോയ എന്നെ ആ പെണ്ണിന്റെ പുറക്കാർ ആളെ കുളിപ്പിച്ച് കിടത്തിയാലും നാറികളാ എന്റെ കുടുംബക്കാർ എന്നെ നോക്കി ചിരിക്കുക. എന്നിട്ട് പോരാ തന്നെ കാരമേള് സ്വന്തക്കാർ എന്നോട് ഇങ്ങനെയാ ചെയ്യുന്നെങ്കിൽ ഇന്റെ അവിടെ വന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ എമ്മാതിരി മക്കാറാക്കലായിരിക്കും. ഒരു പോലീസുകാരൻ ക്ഷണിച്ചിട്ട് വരുന്ന ഇന്ന ആടുന്നേരം മക്കാറാക്കി എനിക്കൊന്ന് കാണണം. ഇനി വന്നേ, ഞാൻ വരാം. ഞാനവിടെ വന്നാ ആരും എന്നോടൊന്നും ചോദിക്കാനും പാടില്ല, എന്നെ നോക്കി ചിരിക്കാനും പാടില്ല. ശരി, സമ്മതിച്ചു. ബാ, റൂമിൽ പണങ്ങിരിക്കുക എന്താ പെണ്ണുങ്ങളാ? അറിയാ, ഞാൻ സ്ഥിരം വരുന്നതാ. അല്ല ചേച്ചേ, ഇന്ന് പെണ്ണ് കാണാൻ പോയിട്ട് അടുത്ത ആൾക്കാരിനെ കുളിപ്പിച്ച് കിടത്തി നാളെ കേട്ടെ. നീ പറയുന്നത് കേട്ടിട്ടല്ലേ ഉള്ളൂ. വെറുതെ ഇല്ലാത്ത പറഞ്ഞ് നടന്നാലല്ലോ കുരിപ്പ. ഓപ്പരം പഠിച്ചതൊന്നും ഞാൻ നോക്കൂല, ചവിട്ടി ചുമരുമ പറ്റിച്ചാലേ. പോണ്ട. ഇനി എന്നോടൊന്നും പറയണ്ട, ഞാനിവിടെ നിൽക്കൂല. എന്താടാ നിങ്ങൾ ആടെ നിൽക്കുന്ന 2ാമത്തെ ചേച്ചിനെ നോക്കിയാ? ഏതാണ്? ആ പച്ച ചുരിദാറ് എടുത്തുനിന്ന് 2ാമത്തെ ചേച്ചി ചിരിക്കുന്നു. നല്ല കുട്ടിയാണല്ലോ. ജിതേഷ, ഇനി ചെയ്തതാടാ ശരി. കല്യാണം കഴിഞ്ഞ പെങ്ങന്മാരെ സ്ഥിരമായിട്ട് വീട്ടിൽ വന്ന് താമസിക്കാൻ സമ്മതിക്കരുത്. ഈ തിങ്കൾ നാത്തും പോര് തുടങ്ങൂലേ, അച്ഛനമ്മമാര് പക്ഷപാതം കാണിക്കൂലേ.
ഇവളെ ഭർത്താവ് ഗൾഫിലാന്ന് പറഞ്ഞിട്ട് ഇവളെ മോളും കൂടി വീട്ടിൽ വന്ന് കുറ്റി അടിച്ചിരിക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ആ ഒറ്റ കാരണം കൊണ്ടാണ് എന്റെ കല്യാണം നടക്കാത്തതെന്ന എന്റെ ഭീകരമായ സംശയം. ആയിരിക്കും. അതെ, അതേതേനു ആ ചെറിയോള്? അത് നമ്മളെ ദച്ചുവിന്റെ പെങ്ങളെ മോളല്ലേ? അപ്പൊ ഞാളെ ആൾക്കാർ തന്നെയല്ലേ? ഓറിപ്പ ആ കുട്ടീനെ അയക്കുന്നുണ്ടോളി എന്റെ ജയേഷിന് വേണ്ടിട്ടേനു. ആ മാസ്റ്റർ ജി. ആ ജിതേഷേ, ഇനി ഓനെയും കൂട്ടി ആ വീട്ടിന്റെ ബേക്കപ്പുറത്തോടൊന്ന് പോയാട്ടെ. ക്യോ? നമ്മുടെ മുണ്ടിയിലെ ദച്ചുവിന്റെ ബന്ധു ഒരു കുട്ടിയുണ്ട്, ഓർ അയക്കുന്നുണ്ടെന്നാ കേട്ട്. ഇനി ഒന്ന് കൂട്ടിട്ട് കാണിച്ചു കൊടുത്തേ. अच्छा ठीक है ജയശേ, ജിബേ അടിച്ചേ. നമുക്ക് ഇപ്പൊ ഒരു പെണ്ണ് കാണാൻ പോണം. ആ ഇപ്പൊ തന്നെ ഒരു മിനിറ്റേ, നടക്ക്. പേരേന്റെ ഇളയ പോലീസിന്റെ ആൽക്കോമീറ്ററിന് വരെ ഇതുവരെ പിടിക്കാൻ പറ്റില്ല. പിന്നെയല്ല ഒരു പെണ്ണ്. നീ ഇതടി വിട്ടോ. അയ്യോ കുപ്പി, വിട്ടോ 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 വിട്ടോ. ഇതെന്താ പച്ചത്തുപ്പല്? നിങ്ങൾ മുറുക്കോ? ചിലപ്പോ ഈ പുകയിലും ചുണ്ണാമ്പൊന്നും ഇല്ലാണ്ട് രണ്ടല. സിനിത. ജയേഷ്, സിനിത ഇടം വരെ പഠിച്ച്? MA സംസ്കൃതം. ശ്രേഷ്ഠ ഭാഷ. അതുമാത്രല്ല, എനിക്ക് ഹസ്തരേഖാശാസ്ത്രത്തിലും ജ്യോതിഷത്തിലും ഡിപ്ലോമയുണ്ട്. വിരോധമില്ലെങ്കിൽ ഞാൻ ജയശേഖരന്റെ കയ്യൊന്ന് നോക്കിക്കോട്ടെ? ജയശേഖരൻ എന്താ കല്യാണം കഴിക്കാൻ ഇത്ര വൈകിയേ? ഇതുപോലെ ഒരാളെ കിട്ടാത്തോണ്ട്. ഞാൻ ചില കാര്യങ്ങൾ ഇത് നോക്കി പറഞ്ഞാൽ ജയശേഖരനത് ബുദ്ധിമുട്ടാവോ? ഇല്ല, കുഴപ്പമില്ല, പറഞ്ഞോ. നിങ്ങളെ ജീവിതത്തിലെ ഏറ്റവും മോശം സമയമാണ് ഇനി വരാൻ പോകുന്നത്. ഒരുപാട് അപമാനങ്ങളും അവഹേളനങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരും. നിങ്ങൾ കാരണം ഇവിടെ കലാപങ്ങൾ വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, നിങ്ങളെ ശത്രു ഉള്ളത് പുറത്തല്ല, അകത്താ. ആ ശത്രുവിനെ എടുത്ത് പുറത്ത് കളയാണ്ട് നിങ്ങൾ ഗതി പിടിക്കൂല. ആരത്? ഓനടികള് ഇവിടെ വന്നിട്ടുണ്ടോ? കുടുംബക്കാരാറ്റാ? ജയശേട്ടാ, നമ്മൾ തമ്മിലുള്ള കല്യാണം എന്തായാലും നടക്കൂല. അല്ല, ആദ്യത്തിലില്ല. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങൾ ഈ കയ്യനെ വേറൊരു മനുഷ്യനെ കാണിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഞെട്ടൂലെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ? നിങ്ങളെ കല്യാണം നടക്കുക ഒരു അസാധാരണ സാഹചര്യത്തിലായിരിക്കും. അതൊരാണാവാം, പെണ്ണാവാം, എന്തു ആവാം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, അവരുടെ പേരിൽ 3 അക്ഷരമായിരിക്കും ഉണ്ടാവുക. ഏട്ടാ എണീക്കേട്ടാ. എന്ത് നടക്കട്ടു? ഇന്നലെ നിങ്ങളെ കൈ നോക്കി ആ ഏച്ചിയില്ലേ, ഓറ് പുലിയേട്ടാ. ഓറ് കൈ നോക്കി പറഞ്ഞതിൻ്റെ നിങ്ങൾക്കുള്ള 8ന്റെ പണി വരുന്നുണ്ട്. എന്ത് പണി? ഇന്നലെ നമ്മൾ നൂനൂനെയും കൂട്ടി പെണ്ണ് കാണാൻ പോയിട്ടില്ലേനോ? ഓറുണ്ട് നൂനുവിനെ പെണ്ണ് കാണാൻ ഇങ്ങോട്ട് വരുന്ന. നീ ഒന്നും പറയണ്ട. നമ്മൾ ഇന്നലെ കാണാൻ പോയ വീട്ടിലെ സുധാരേട്ടൻ അച്ഛൻ എപ്പോ വിളിച്ച് വെച്ചിട്ടേ ഉള്ളൂ. ഓർ ഇന്റെ ജാതകം കൂടി നോക്കുന്നുണ്ട് അത്രേ. ഇന്നത്തേക്ക് ചിലപ്പോൾ ഗ്രഹനില മാറാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഓറ് ചോദ്യം പറയുന്നത് ജാതകം വെക്കാൻ ചാൻസ് ഉണ്ടെന്നാ. ആദ്യം ഇന്റെ കല്യാണം, എന്നിട്ടേ ഉള്ളൂ നൂനുവിന്റെ കല്യാണം. ഞാൻ അങ്ങനെ സമ്മതിക്കൂ കേട്ടോ. ചായ കുടിക്ക്. ആദ്യം ജയേഷിന്റെയും ലിഗിനിന്റെയും നോക്കാം. ആരോടോ പറഞ്ഞത് ഈ ജാതകങ്ങൾ തമ്മിൽ ചേരൂലെന്ന്? പറഞ്ഞത് ആരായാലും ആളും ബഹു കേവന. ഈ ജാതകങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരൂല. പക്ഷെ സുധാരണ പേര് കുട്ടികളെ ജാതകം 10 8 വരുത്ത പക്ക പെർഫെക്റ്റ്. അപ്പൊ മാഷേ, നമ്മള്
മക്കളെ കല്യാണം എപ്പോഴാണ് നടത്തുന്നത്? അത് നിനക്ക് എന്ത് സംഭവിച്ചാലും ഇവിടെ ആർക്കും ഒന്നുമില്ല. നിങ്ങളെ ശത്രു ഉള്ളത് പുറത്തല്ല, അകത്താ. ആ ശത്രുവിനെ എടുത്ത് പുറത്ത് കളയാണ്ട് നിങ്ങൾ ഗതി പിടിക്കൂല. ശരിയാ, ശത്രു പുറത്തല്ല, അകത്ത് തന്നെയാ. നാറികൾ